എമ്പുരാനേ എമ്പുരാനേ. എന്താ ചെയ്യുക, ഒരു സിനിമയെ പോലും ഇത്രത്തോളം ഭയക്കുന്ന ഒരു തരം ഭരണകൂട ഭീകരതയാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. ഇതിനു മുമ്പും സംഘപരിവാറുകാർക്ക് കാലിടറിയ ചില സംഭവമുണ്ട്. ഒന്ന് പത്മാവതി എന്ന് പറഞ്ഞ സിനിമ ദീപിക പദുക്കോണിനെ വെച്ച് സഞ്ജയ് ലീല ബൻസാലി ഡയറക്റ്റ് ചെയ്ത സിനിമയാണ്. ആ സമയത്ത് ഈ പറഞ്ഞ കണക്കിന് അവരുടെ ചില വിശ്വാസങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ ചില പൊളിറ്റിക്കൽ അജണ്ടകൾക്ക് എതിരാണെന്ന് പറഞ്ഞിട്ട് ആ സിനിമയുടെ പേര് മാറ്റി പത്മാവതി എന്നാക്കി. അത് ഭയങ്കര വിവാദമായിരുന്നു ആ സമയത്ത്. പക്ഷേ ഈ ലേറ്റസ്റ്റ് വന്ന കാശ്മീർ ഫയൽസ്, അതുപോലെ കേരള സ്റ്റോറി, ഇതൊക്കെ അവർ പറയുന്നത് എന്താണ്, സംഘപരിവാർ പ്രോപ്പഗണ്ടയാണല്ലോ. സോ അതിനൊന്നും എതിരായിട്ട് സംസാരിക്കാനും ഇതാക്കാനും ഇവർക്ക് അതൊക്കെ ഓക്കെ സംഭവിക്കണം, റിലീസ് ചെയ്യണം, അതൊക്കെ യാഥാർത്ഥ്യമാണെന്നുള്ളതാണ്. അങ്ങനെ ഇതിനു മുമ്പ് പൃഥ്വിരാജ് അഭിനയിച്ച ടിയാൻ എന്ന് പറഞ്ഞ സിനിമ അത് ഇവരാരും കണ്ടില്ലായിരിക്കും. അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർക്ക് മനസ്സിലാവും ഏകദേശം ഇവരുടെയൊക്കെ ഒരു തരം പൊള്ളയായ ചില കാര്യങ്ങൾ, ആചാരങ്ങൾക്ക് അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് എതിരായിട്ടാണ് ആ സിനിമ സംസാരിക്കുന്നത് മനസ്സിലാവും. ഇപ്പോൾ എമ്പുരാൻ്റെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഗുജറാത്ത് വംശഹത്യയെ നമ്മൾ എന്താ പറയുക വ്യക്തമായിട്ട് കാണിച്ചു വന്നു എന്നതുകൊണ്ടാണ്. ഞാൻ പടം കണ്ടില്ല, പക്ഷേ ഇതുവരെയുള്ള അഭിപ്രായം നമുക്കത് കാണാനുള്ള അവകാശം പോലുമില്ല, കാരണം അതൊരു സെൻസർ ബോർഡ് കട്ട് ചെയ്യാൻ പോവാണ്. റംസാനായതുകൊണ്ട് കാണാൻ പറ്റില്ല. സോ ആ സിനിമ ഇത്രക്കധികം ഇന്ത്യ ചർച്ച ചെയ്യാനും ഇത്രയധികം പൃഥ്വിരാജിൻ്റെ ഇ ഡിയുടെ അന്വേഷണം, പൃഥ്വിരാജിൻ്റെ വീട്ടിൽ പോകണം, മോഹൻലാലിൻ്റെ കേണൽ പദവി തിരിച്ചെടുക്കണം, ഈ സിനിമ നിർത്തലാക്കണം, രാജ്യദ്രോഹമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇത്രയും പുകലുണ്ടാക്കാനുള്ള കാരണം എന്ന് പറയുന്നത് എന്തെങ്കിലും അതിലുണ്ടായിരിക്കണമല്ലോ. അത്രയും അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ അതിലുണ്ടായിരിക്കണം. ഒരു സിനിമയെ, ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഇത്രയധികം ഭയക്കുന്ന ഒരുതരം ഭരണകൂട ഭീകരതയാണ് നമ്മുടെ ഇന്ത്യയിലുള്ളതെന്ന് ചിന്തിക്കണം. ഇപ്പോൾ ബുധനാഴ്ച തൊട്ടിട്ട് സെൻസർ ചെയ്ത 17ഓളം സീനുകളാണ് കട്ട് ചെയ്യാൻ പോകുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വെരി ഗുഡ്. ഇതാണ് ഇന്ത്യയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം. ഇവിടെ കാശ്മീർ ഫയൽസ് കാണിച്ചാലോ കേരള സ്റ്റോറീസ് കാണിച്ചാലോ ഒരു കൈൻഡ് ഓഫ് മൈനോറിറ്റിനെ മോശമായിട്ട് സംസാരിച്ചാലോ ഇവിടെ ഒരു കുഴപ്പമില്ല. അതേസമയം ഹിന്ദുത്വത്തിനെയോ സംഘപരിവാറിനെയോ മോശമായി സംസാരിച്ചാൽ അത് രാജ്യവിരുദ്ധവും ആകുന്നത് എങ്ങനെയാണ് എന്നാണ് ആർക്കും മനസ്സിലാവാത്തത്. സോ സിനിമ എന്തായാലും ക്ലിക്കാവും നമുക്കറിയത്തില്ല, കാരണം അത്രയും വലിയൊരു കാസ്റ്റിലെടുത്ത സിനിമയാണ്, അത്രയും ഒരുപാട് വിദേശ താരങ്ങൾ അഭിനയിച്ച അത്രയും വലിയൊരു പടമാണെന്നറിയാം. പക്ഷേ സിനിമയുടെ നെഗറ്റിവിറ്റി ആയിട്ട് പലരും കാണുന്നത് ഈ ഒരു പൊളിറ്റിക്സ് തന്നെയാണ്, ഇന്ത്യയിൽ പൊളിറ്റിക്സ്. പക്ഷേ പൃഥ്വിരാജ് ഇതിനു മുമ്പും എല്ലാ കാര്യത്തിലും ഒരു നട്ടലുള്ളൊരു നടനാണ്. അതിപ്പം ലക്ഷദ്വീപ് വിഷയത്തിലായാലും ശരി, അല്ലെങ്കിൽ പല വിഷയങ്ങൾക്കും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. സോ വാര്യം കുന്നൻ, വാര്യം കുണ്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിനെ ഇപ്പോഴും ആൾക്കാർ അപഹാസ്യപ്പെടുത്തുന്നുണ്ട് ഇൻ സോഷ്യൽ മീഡിയാസ് ഓൾസോ. സോ ദിസ് ഈസ് ടൈം ടു ചേഞ്ച്. ഓക്കെ, ഒരു സിനിമ കൊണ്ട് ഒരു യാഥാർത്ഥ്യത്തെ കാണിക്കുമ്പോൾ അതല്ലാന്ന് തെളിയിക്കണം മറ്റൊരു സിനിമ കൊണ്ടോ, അല്ലെങ്കിൽ അതിനൊരു ഡിബേറ്റ് വെച്ചിട്ടാവണം, അല്ലാണ്ട് അതിനെ മൊത്തം ഭയക്കുന്ന രീതിയിൽ അതിനെ ബാൻ ചെയ്തിട്ടാവരുത് എന്നാണ്. ഇതിലേറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് മോഹൻലാൽ സാറിനെ ഭയങ്കരമായിട്ട് പിന്തുണച്ച ആൾക്കാരായിരുന്നു മുൻപൊക്കെ. സോ ഇപ്പോൾ അവർ പറയുന്നത് മോഹൻലാലിൻ്റെ കേണൽ പദവി എടുത്ത് കളയണം, പുള്ളിയും സിനിമയ്ക്കെതിരാണ്, പുള്ളി ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നു, പുള്ളിയൊന്നും അറിഞ്ഞിട്ടില്ല, പൃഥ്വിരാജ് പുള്ളി ഒരു ടൂളായിട്ട് യൂസ് ചെയ്ത്, അങ്ങനെ പലതരം സ്റ്റേറ്റ്മെൻറ്റ്സ് കമ്മിങ് ഫ്രം എവറി സൈഡ്. ഓക്കെ, സോ എന്താണ് ഇവിടെ നടക്കുന്നത് അറിയത്തില്ല. അത്രയും ആൾക്കാർ വെയിറ്റ് ചെയ്ത് ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റിൽ നിൽക്കുന്നൊരു സിനിമ കാണാൻ നമുക്കൊന്നും പറ്റുന്നില്ല. ഇതേ സമയത്ത് കാശ്മീർ ഫയൽസോ അല്ലെങ്കിൽ കേരള സ്റ്റോറിയോ ഇവരെന്തുകൊണ്ട് അതായത് ഇത് അഫക്റ്റ് ചെയ്യുന്ന മൈനോറിറ്റി പീപ്പിൾ എന്തുകൊണ്ട് അതിനെതിരെ സംസാരിച്ചില്ല എന്നുള്ള വലിയൊരു വിഷയമാണ്. സോ എനിവേ സിനിമ കാണാൻ പറ്റുമെന്നറിയില്ല. കണ്ട് കഴിഞ്ഞവരെന്നോട് പറഞ്ഞത് കുഴപ്പമില്ലാത്ത രീതിയിൽ എടുത്തിട്ടുണ്ടെന്നാണ്. ഇനി നമ്മളുടെ സെൻസർ കട്ട് ചെയ്തിട്ടുള്ള കോപ്പി അപ്പോൾ വരും എന്നറിയില്ല. അതിന് മുമ്പ് കാണാൻ പറ്റിയാൽ ഓക്കെ. ഐ വാണ്ട് ടു സീ ദാറ്റ് മൂവി ബിക്കോസ് ഐ വാണ്ട് ടു നോ വാട്ട് ദേ ആക്ച്വലി കൺവേ ദ മെസ്സേജ്, കൺവേ ത്രൂ ദിസ് ഫിലിം ടു ദ പീപ്പിൾ. അതാണ് അറിയേണ്ടത്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് ആൻ എൻ്റർടൈൻമെൻറ്റ്. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. സോ തെറ്റ് ചെയ്തുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ പേടിക്കേണ്ടിരുന്നത്. ഈ കർമ്മ ന്യൂസിനെ പോലുള്ള തേർഡ് റൈറ്റ് പൊളിറ്റിക്കൽ അജണ്ട, സംഘപരിവാർ അജണ്ട കീപ്പ് ചെയ്യുന്ന ചാനലുകാരൊക്കെ അഹോരാത്രം ശ്രമിക്കുന്നുണ്ട്, ജനം ടി വിയൊക്കെ. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഗുജറാത്ത് വംശഹത്യ ഒരു സത്യമാണ്. ഗോദ്രയിൽ ട്രെയിനിന് തീ വെച്ചതും നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് പകൽ പോലെ അറിയാവുന്നതാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതൊന്നും ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുസിന് അറിയാം. ഈ രാജ്യത്തെ അഖണ്ഡതയോ മതസൗഹാർദ്ദമോ സെക്യുലറിസമോ ഒന്നും തകർക്കാൻ നിങ്ങൾക്കുണ്ടാവില്ല. ഈ രാജ്യത്ത് ഹിന്ദുക്കളും മുസ്ലിംസും ക്രിസ്ത്യൻസും എല്ലാം സഹോദരന്മാരാണ്, പരസ്പരം സ്നേഹിച്ചും അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ് അവർ. നിങ്ങൾ എത്ര തന്നെ സെപ്പറേറ്റ് ചെയ്യാൻ നോക്കിയാലും ഡിവൈഡ് ചെയ്യാൻ നോക്കിയാലും നടക്കില്ല.
ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഷഫീഖ് മട്ടന്നൂർ എന്നാണ് ചാനലിൻ്റെ പേര്. ഓക്കെ, ബൈ, താങ്ക് യു.